Travancore Titanium Products Limitedil നിന്നും ചോർന്ന ഫർണസ് എണ്ണ കലർന്ന മണൽ 90% നീക്കം ചെയ്തു. കടലിലേക്ക് ഒഴുകിയിറങ്ങിയ എണ്ണ ശക്തമായ തിരയിൽ തിരികെ തീരത്ത് അടിയുകയായിരുന്നു. ഏകദേശം 4 കിലോമീറ്ററിലധികം ദൂരത്തിൽ തീരത്ത് എണ്ണയുടെ അംശങ്ങൾ അടിയുന്നുണ്ട്. ആദ്യ റൌണ്ടിൽ മണൽ കോരിമാറ്റിയതിനു ശേഷവും വീണ്ടും തിരയിൽ എണ്ണ തിരികെ തീരത്ത് അടിയുകയാണ്. ഇവയെല്ലാം ഇനിയും കോരിമാറ്റേണ്ടതുണ്ട്. ഏകദേശം 5000 ലിറ്റർ ഫർണസ് ഓയിലാണ് ബുധനാഴ്ച പുലർച്ചെ മുതൽ ചോർന്നത്. മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചപ്പോഴാണ് കമ്പനി വിവരമറിഞ്ഞത്. അപ്പോഴേക്കും തീരത്താകെ ഓയിൽ പടർന്നിരുന്നു. സൾഫർ ഉൾപ്പെടെ രാസവസ്തുക്കളുള്ള എണ്ണയായതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അതിനാൽ കടലിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനം അസാധ്യമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കമ്പനി ഇപ്പോൾ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. എണ്ണയുടെ അംശം പൂർണ്ണമായും നീക്കിയ ശേഷം കമ്പനിക്ക് തുറന്ന് പ്രവർത്തിക്കാനാകും. കടലിൽ എണ്ണ വരുന്ന സാഹചര്യത്തിൽ വേളി, ശംഖുമുഖം കടൽ തീരങ്ങളിലും കടലിലും പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ജില്ലാ ഭരണകൂടം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം പിന്നീട് പ്രദേശവാസികൾക്ക് കമ്പനി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിൽ നിന്ന് രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യം ഒഴുക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ. ഇത് സംബന്ധിച്ച് വെട്ടുകാട് ദേവാലയത്തിലെ പാരിഷ് ഹാളിൽ ഇടവക അംഗങ്ങൾ പങ്കെടുത്ത മാരത്തോൺ ചർച്ച നടന്നു. കണ്ണാന്തുറ, വെട്ടുകാട്, കൊച്ചുവേളി എന്നീ ഇടവകകളുടെ വികാരിമാരും അംഗങ്ങളും സംയുക്ത യോഗം ചേർന്ന് ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് കോസ്റ്റൽ അപ്പലറ്റിക് അസോസിയേഷനും ഇടവക ജാഗ്രത സമിതിയും യോഗം ചേർന്നു. നിലവിൽ ഫർണസ് ഓയിൽ ഒഴുകിയത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും കമ്പനിയിൽ നിന്നും പുറത്തുവരുന്ന അന്തരീക്ഷ ജലമലിനീകരണം അനുഭവിക്കുന്നവർക്ക് പരിഹാരമെന്നോണം ജോലി നൽകാൻ പോലും അധികൃതർ തയ്യാറാകണമെന്നുമാണ് ആവശ്യമെന്ന് വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ദേവാലയം വികാരി റവറന്റ് ഡോക്ടർ ജോർജ് ജെ ഗോമസ് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ രാവിലെ മുതൽ നമ്മുടെ ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി അവരുടെ ഫർണസ് ഓയിൽ എന്ന് പറഞ്ഞ ഒത്തിരി അധികം ഓയിൽ കടലിലോട്ടൊക്കെ കടത്തിവിടുകയുണ്ടായി. നമ്മളിന്നലെ കടത്തോരത്ത് വന്നവർക്ക് കാണാൻ സാധിക്കും ആമയൊക്കെ ചത്ത് കിടക്കുന്നത്, മത്സ്യങ്ങൾ ചത്ത് കടലിൽ പൊങ്ങിയതൊക്കെ കാണാമായിരിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അടിയന്തരമായിട്ട് ഇന്നലെ ഇന്ന് മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തു. 5 മണിക്ക് മുമ്പിൽ ട്രാവൻകൂർ ഫാക്ടറിയുടെ ഭാഗത്തു നിന്നും കളക്ടറിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ശാശ്വതമായൊരു പരിഹാരം ഇതിന് കണ്ടെത്തിയില്ല എങ്കിൽ 5 മണിക്ക് ഓട, ഈ വേസ്റ്റ് വാട്ടർ വരുന്ന ഓട അടയ്ക്കുവാനായിട്ട് 3 പള്ളികളും ഇതിൻ്റെ അസോസിയേഷനും, അതായത് കൊച്ചുവേളി, വെട്ടുകാട്, കണ്ണാന്തുറയിലെ അച്ഛന്മാരും കമ്മിറ്റിയും കൂടി ഓട അടയ്ക്കുവാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. മലിനീകരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ വീണ്ടും കമ്പനി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തുള്ളൂ. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. മലിനീകരണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിക്കവറി പ്ലാന്റോ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റോ ഇല്ലാതെ ഉള്ള ആസിഡും ഉള്ള അഴുക്കും എല്ലാം കടലിലോട്ട് തള്ളുകയാണ്. ചുറ്റുപാടുള്ളവർക്ക് ചൊറിയും അതുപോലെ മാരാരോഗങ്ങളാണ്. 70 വയസ്സ് തികയ്ക്കുന്നില്ല ചുറ്റുപാടുള്ളവർ. ഇത് വാട്ടർ പൊല്യൂഷനുണ്ട്, എയർ പൊല്യൂഷനുണ്ട്. രണ്ടിനും തക്കതായ ശാശ്വതമായ പരിഹാരം കാണാതെ ഞങ്ങൾ തുടങ്ങുന്ന സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. കടലിലേക്ക് മാലിന്യം ഒഴുക്കിവിടാൻ നിർമ്മിച്ചിട്ടുള്ള ഓടയിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഫർണസ് ഓയിൽ ഒഴുകിയിറങ്ങിയത്. മാലിന്യം ഒഴുകുന്ന മേഖലയായ ഓടവിളാകം എന്ന സ്ഥലത്ത് അധിവസിക്കുന്ന 50ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണുള്ളത്. എന്നാൽ ഇവരിൽ ഒരാൾക്ക് പോലും ജോലി നൽകിയിട്ടില്ല. ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനും കഴിയുന്നില്ല. ആസിഡിന്റെ അംശമുള്ള മാലിന്യം ഒഴുകിയെത്തുന്ന കടലിൽ ഇടുന്ന വല അധിക നാളാവുന്നതിനു മുൻപ് ദ്രവിച്ച് നശിച്ചു പോകുമെന്ന് സമീപവാസി ഡേവിഡ് പറഞ്ഞു. ഇതിനാൽ വലിയ കഷ്ടപ്പാടാണുള്ളതെന്നും ഈ മേഖലയിലെ കടൽ വെള്ളത്തിന് മറ്റൊരു നിറമാണുള്ളതെന്നും കൂട്ടിച്ചേർത്തു. സ്ഥിരമായിട്ട് വരുന്നു. ആഹാരം ഇറക്കില്ല. ഒരു ജോലിയെങ്കിലും എവിടെയെങ്കിലും കിട്ടിയ ആ കമ്പനിയിൽ ജോലിക്ക് എങ്ങനെയും കഴിഞ്ഞു കൊടുക്കുമായിരുന്നു. അത്രയും ഗതികളില്ല നമ്മൾ ജീവിക്കുന്നത്. ഗ്യാസറ്റിൻ്റെ നാറ്റവും കേട്ട് വയസ്സായ അമ്മമാർ, നമ്മളെ അമ്മയ്ക്ക് കാര്യവും ഭാര്യയ്ക്ക് ഗ്യാസിൻ്റെ പുകയിൽ കൂടെയെല്ലാം മുഖമെല്ലാം ഒരുമാതിരിയായി. ആഹാരമേ ഇറക്കമില്ല ഈ പുകയുടെ മാറ്റം. അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ മാറ്റി തന്നാലും ഞങ്ങൾക്ക് ഇതാണ് കുഴപ്പമില്ല. ഈ പരിസരത്തുള്ളവർക്ക് എന്തെങ്കിലും കണ്ടെത്താൻ എത്തിയില്ലെങ്കിൽ ഓടെ കൂട്ടുമെന്ന്
അങ്ങനെയാണ് ഇപ്പോൾ പണിയിൽ തീരുമാനിച്ചത്. പരിസരത്തുള്ളവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കണമെന്നല്ല. അല്ലാണ്ടിരിക്കുന്ന എൻ്റെ വീട് ചേട്ടൻ്റെ വീട് ഇഷ്ടംപോലെ മോട്ടർ തോന്നെ പോയിട്ടുണ്ട്. ഗ്യാസറ്റ് വെള്ളം കയറി ഈ ഓട കുട്ടതൊക്കെ കിടന്നപ്പുറം വെള്ളം പൊങ്ങി. മറ്റേ കടൽ വെള്ളം പൊങ്ങി അല്ലേ? തിരിച്ച് വെള്ളം പൊങ്ങുമ്പോൾ ഇതെല്ലാം കൂടെ വീട്ടിലോട്ട് കയറി. വീട്ടിനകത്ത് കയറി കടലൊക്കെ നഷ്ടം ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നും അവിടെ നിന്ന് ആനുകൂല്യമില്ലായിരുന്നു. മഴക്കാലത്ത് ആസിഡ് കലർന്ന വെള്ളം കയറി വീട്ടിലെ ഉപകരണങ്ങളടക്കം ദ്രവിച്ചു നശിക്കുന്നത് സ്ഥിരമാണെന്ന് ഓടവിളാകം സ്വദേശികളായ മാർഗ്രറ്റ്, മേരി എന്നിവർ പറഞ്ഞു. നമ്മൾ വർഷങ്ങൾ കൊണ്ട് നമ്മൾ കിടന്ന് അനുഭവപ്പെടുന്നു. ആസറ്റും ഇതായിട്ട് കിടന്ന് നമുക്കൊരു തൊഴിലില്ല. ഈ വരുന്നവരടുത്തെല്ലാം നമ്മൾ പറയുന്ന ജോലിയല്ല, എന്നിട്ട് ഒരു നേട്ടങ്ങളില്ല. എത്ര വർഷമായി ഇവിടെ താമസിക്കും? ഞങ്ങൾ ഒരുപാട് വർഷമായി. എൻ്റെ അമ്മ ഞങ്ങൾ ജനിച്ച നാൾ തൊട്ടേ ഞങ്ങളിവിടെ കിടക്കുകയാണ്. ഒരുപാട് വർഷമായി ഞങ്ങളിവിടെ കിടക്കുന്നത്. ഈ ആസറ്റിൻ്റെ പുകകൾ ഇത് വരുമ്പോൾ മുഖത്തെല്ലാം കണ്ട ഈ കറുപ്പെല്ലാം വല്ല ഈ ആസറ്റിൻ്റെ ഈ പുക അടിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ വരുന്നത്. അമ്മയ്ക്ക് അത്ര കണ്ണിന് കാഴ്ച ഇതില്ല. ഈ ആസിഡ് ഒഴിയുമ്പോൾ നമുക്ക് ദോഷമുണ്ടോ? ദോഷം നമുക്ക് കണ്ണിന് കാഴ്ചയിൽ പുക ഇത് വരുമ്പോൾ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല. പിന്നെ ശ്വാസം മുട്ടലും ഇങ്ങനെ ഓരോ രോഗങ്ങളാണ് വരുന്നത്. നമ്മളിവിടെ കിടന്ന് അനുഭവപ്പെടുന്നു. ഇവിടെ ഉള്ളവരെല്ലാം കിടന്ന് അനുഭവപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.